നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പാസീവ് വോയിസിനെ പറ്റിയുള്ള വിശദമായ വിവരങ്ങളും അതിൻ്റെ നിയമങ്ങളും നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ സിമ്പിൾ പ്രസൻറ്റിനെ പാസീവാക്കുന്ന രീതി എങ്ങനെയാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ രണ്ട് ഓബ്ജക്റ്റീവ്, അതായത് രണ്ട് ഓബ്ജക്റ്റുള്ള വാക്യങ്ങളെ, അതായത് ഡയറക്റ്റ് ഓബ്ജക്റ്റും ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റും എന്ന വാക്യങ്ങളെ എങ്ങനെയാണ് പാസീവാക്കുന്നത് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ തുടർച്ച എന്ന രീതിയിൽ സിമ്പിൾ പ്രസൻറ്റ് നമ്മൾ പഠിച്ചതുകൊണ്ട് നമ്മൾ ഇന്ന് സിമ്പിൾ പാസ്റ്റിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അധികമൊന്നും ഞാൻ പറയുന്നില്ല, ഒന്നോ രണ്ടോ എക്സാമ്പിൾസ് നമുക്ക് തന്നുകൊണ്ട് എന്ത് ചെയ്യാം അതിൻ്റെ, കാരണം സിമ്പിൾ പ്രസൻറ്റിനെ പോലെ തന്നെയാണ് അത് സിമ്പിൾ പാസ്റ്റ്, പക്ഷേ അതിന് നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ അതിനെ പാസീവ് ആക്കുമ്പോൾ. അത് മനസ്സിൽ വയ്ക്കുക. ആദ്യമേ തന്നെ ഞാൻ ഒരു എക്സാമ്പിൾ തരാം. നമ്മളൊക്കെ ജീവിതത്തിൽ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് നമ്മൾ സംസാരിക്കാനും എഴുതാനും ഒക്കെ നമ്മൾ ശ്രമിക്കുമ്പോഴും നമുക്കറിയാം സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് വെർബാണ് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സിമ്പിൾ പാസ്റ്റിനെ പാസീവ് ആക്കുമ്പോൾ നമ്മൾ എന്താണ്, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഷീ ആൻസേർഡ് ഓൾ ദി ക്വസ്റ്റ്യൻസ്. ഷീ ആൻസേർഡ് ഓൾ ദി ക്വസ്റ്റ്യൻസ്. നമ്മൾ നേരത്തെ പഠിച്ചു ഓബ്ജക്റ്റിനെ കണ്ടുപിടിക്കാൻ ക്രിയയോട് ചോദിക്കുക, ആരെ അഥവാ എന്തിനെ എന്ന് ചോദിക്കുക. ഷീ ആൻസേർഡ് വാട്ട്? ഓൾ ദി ക്വസ്റ്റ്യൻസ്, എല്ലാ ചോദ്യങ്ങളും. അതാണ് ഓൾ ദി ക്വസ്റ്റ്യൻസ് ആണ് നമ്മളുടെ ഓബ്ജക്റ്റ്. അത് നമ്മൾ സബ്ജക്റ്റ് ആക്കുന്ന ഓൾ ദി ക്വസ്റ്റ്യൻസ്. ഓൾ ദി ക്വസ്റ്റ്യൻസ് ബഹുവചനമായതുകൊണ്ട് നമ്മളെന്താണ്, ബഹുവചനമാണ്. അതുകൊണ്ട് തന്നിരിക്കുന്ന വാക്യത്തിലെ ക്രിയ പാസ്റ്റ് ടെൻസിലായതുകൊണ്ട് ടു ബിയുടെ പാസ്റ്റ് ഫോംസ് മാത്രമേ പ്രയോഗിക്കാൻ പാടുള്ളൂ. സിമ്പിൾ പ്രസൻറ്റിൽ വെർബ് പ്രസൻ്റ് ആയതുകൊണ്ട് ടു ബിയുടെ പ്രസൻറ്റ് ഫോംസ് ഈസാമാർ മാത്രമേ പ്രയോഗിക്കാൻ പാടുള്ളൂ. ഇവിടെ പാസ്റ്റ് ടെൻസ് ആണ്, അതുകൊണ്ട് ടു ബിയുടെ പാസ്റ്റ് ഫോംസ് വോസ് ആൻഡ് വെയറാണ്, അത് മാത്രമേ പ്രയോഗിക്കാൻ പാടുള്ളൂ. തെറ്റിപ്പോകരുത്. വെർബ് എന്നെ അടിസ്ഥാനമാക്കിയാണ്. സിമ്പിൾ പ്രസൻറ്റിലെ വെർബ് പ്രസൻറ്റ് ടെൻസിലായതുകൊണ്ടാണ്, പ്രസൻറ്റ് ഫോമിലായതുകൊണ്ടാണ് ഈസാമാർ പ്രയോഗിക്കുന്നത്. അതേപോലെ തന്നെ സിമ്പിൾ പാസ്റ്റിലെ വെർബ് പാസ്റ്റ് ടെൻസിലാണ്, അതുകൊണ്ട് ടു ബിയുടെ പാസ്റ്റ് ഫോംസ്. ഇത് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എഴുതി പോകുന്നത് തെറ്റിപ്പോകും. അപ്പോൾ ഓൾ ദി ക്വസ്റ്റ്യൻസ് ബഹുവചനമായതുകൊണ്ട് ഓൾ ദി ക്വസ്റ്റ്യൻസ് വെയർ. ആ ഇ ഡിയിൽ അവസാനിക്കുന്ന ഒട്ടുമിക്ക വെർബുകളുടെയും മൂന്നാമത്തെ രൂപവും അത് തന്നെയായിരിക്കും. സോ ആൻസേർഡ് എന്നുള്ളതിൻ്റെ മൂന്നാമത്തെ രൂപം അഥവാ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് ആൻസേർഡ് തന്നെയാണ്. അപ്പോൾ ഓൾ ദി ക്വസ്റ്റ്യൻസ് വെയർ ആൻസേർഡ് ബൈ ഷീ എന്ന ഓബ്ജക്റ്റീവ് പ്രൊനൗൺ ഹെർ ആണ്. ഓൾ ദി ക്വസ്റ്റ്യൻസ് വെയർ ആൻസേർഡ് ബൈ ഹെർ. ദാറ്റ്സ് ആൻസർ. ഈ നിയമങ്ങൾ നമ്മുടെ മനസ്സിലിങ്ങനെ തന്നെയും പിന്നെയും നിങ്ങൾ ആ നിയമങ്ങൾ പറഞ്ഞ് പഠിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് പാസീവ് വോയിസ് തെറ്റുകയില്ല. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻട്രഡക്ഷൻ മാത്രമാണ്. പാസീവ് വോയിസ് എന്ന് പറയുന്നത് ഇനിയും അസേർട്ടീവ് വാക്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അസേർട്ടീവ് വാക്യങ്ങളല്ലാതെ ഇനി എന്താണ്, ഇൻറ്ററോഗേറ്റീവ് ഉണ്ട്. ഇൻറ്ററോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ക്വസ്റ്റ്യൻ ടൈപ്സ് ആണ്. ആ ക്വസ്റ്റ്യൻ ടൈപ്സ് എന്ന് പറയുന്നത് തന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് WH ക്വസ്റ്റ്യൻസ് ഉണ്ട്, എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അവയെ നമുക്ക് പാസീവ് ആക്കണം. അതേപോലെ തന്നെ ഇമ്പരറ്റീവ് സെൻറ്റൻസുകളുണ്ട്, അതായത് സബ്ജക്റ്റ് ഇല്ലാത്ത വാക്യങ്ങൾ, ക്രിയകൾ കൊണ്ട് ആരംഭിക്കുന്ന വാക്യങ്ങൾ, സബ്ജക്റ്റ് ഇല്ലാത്ത വാക്യങ്ങൾ, അത് ക്രിയകൾ കൊണ്ട് ആരംഭിക്കുന്ന വാക്യങ്ങളാണ് നമ്മൾ ഇമ്പരറ്റീവ് എന്ന് പറയുന്നത്. അതുകൂടാതെ എന്താണ്, അവസാനത്തെ വേറെണ്ണം കൂടിയുണ്ട്, എക്സ്ക്ലമേറ്ററികളെയും ഈ പറയുന്ന എല്ലാത്തിനെയും പാസീവ് ആക്കിയെങ്കിൽ മാത്രമേ പാസീവ് വോയിസ് പൂർണ്ണമായെന്ന് പറയാൻ കഴിയുകയുള്ളൂ. പബ്ലിക് സർവീസ് കമ്മീഷൻ്റെയും അതുകൊണ്ട് തന്നെ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസിൻ്റെയും യൂണിവേഴ്സിറ്റി തലങ്ങളിലുള്ള എക്സാമിനേഷൻസിലും ഒക്കെ ഈ ക്വസ്റ്റ്യൻ ടൈപ്സ് ഒക്കെ ചോദിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് +2 അല്ലെങ്കിൽ SSLCയിലും അതിൻ്റെ സ്കൂൾ ഗോയിങ്ങിലും ഒക്കെ ഇത് ചോദിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ ചോദിച്ചിട്ടുണ്ടാവാം. കാരണം അത് അസേർട്ടീവ് വാക്യങ്ങൾ മാത്രമേ അവിടെ കണ്ടിട്ടുള്ളൂ. ഏതെങ്കിലും കാര്യത്തിൽ തിരിച്ച് ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും എല്ലാവരും ഇത് പഠിച്ചു വെക്കുന്നതല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ജസ്റ്റ് പ്രിലിമിനറി മാത്രമാണ്, ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾ ചെയ്യുമ്പോഴെന്താണ്, ഇത് ഓരോന്ന് പഠിച്ചു വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധയോടെ വേണം ഇത് കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ തെറ്റിപ്പോകും. ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് വിവേചിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണം. സിമ്പിൾ പ്രസൻറ്റ് നമ്മൾ ടെൻസ് വിശാലമായി പഠിച്ചതാണ്. അതേപോലെ നമ്മൾ പറഞ്ഞ ഒരു വാക്യം സിമ്പിൾ പാസ്റ്റിനെ പാസീവാക്കിയതാണ്. അതേപോലെ ഡയറക്റ്റ് സെൻറ്റൻസിനെയും ഡയറക്റ്റ് ഓബ്ജക്റ്റീവിനെയും ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റീവിനെയും കിട്ടുമ്പം നമ്മൾ എന്താണ്
അതിനെ എങ്ങനെ പാസീവാക്കുന്നത് എന്ന് പറയണം. അതിനെ ഡയറക്റ്റ് കൊണ്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഇൻഡയറക്റ്റ് കൊണ്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. അതുകൊണ്ടാണ് ഞാൻ അതിനൊന്നും ഇപ്പം ശ്രമിക്കാത്തത്. അതുകൊണ്ട് അത് നോക്കി പഠിച്ച് അല്ലെങ്കിൽ ഇത് കേട്ട് പഠിച്ചതിന് ശേഷം വേണം ഈ ക്ലാസ് നിങ്ങൾ കേൾക്കാമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത് നമുക്ക് മറ്റൊരു ചോദ്യം കൂടി ചോദിക്കാം. അതെനിക്ക് തോന്നുന്നത് ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടതാണ്. They interrogated the thief. They interrogated the thief. അപ്പോൾ ഇൻട്രോഗേറ്റഡ് ഹും ദ തീഫ്. അപ്പോൾ തീഫ് ഏകവചനമാണ്. ഇൻട്രോഗേറ്റഡ് എന്ന് പറയുന്നത് ഗേറ്റഡ് എന്നാണ്. ഗേറ്റഡ് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പം നമുക്കറിയാം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പിന്നെ ഇത് ഞാൻ എപ്പോഴും പറയേണ്ട കാര്യമില്ലെന്ന് എങ്കിൽ പോലും ഞാൻ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ദ തീഫ് വാസ് ഇൻറ്ററോഗേറ്റഡ് ബൈ ദം. സിമ്പിളാണ്, ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും, ഇത്തരം കാര്യങ്ങൾ അറിയാമെങ്കിൽ മാത്രം. ഞാൻ വീണ്ടും ഞാൻ എപ്പോഴും പറയുന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ്. വളരെ ഈസി ആയിട്ടുള്ള സംഭവമാണിത്, നിസ്സാരമാണിത്. പക്ഷെ പലരും വലിയ ഒരു സംഭവമായി ഇതിനെ കണക്കാക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഈ പാസീവ് വോയിസ് നമ്മുടെ പിടിയിൽ കിട്ടാത്തതെന്നൊക്കെ പറയുന്നത്. അങ്ങനൊന്നുമല്ല, ഈ നിയമങ്ങളൊക്കെ കാണാൻ വെച്ചാൽ വളരെ ലളിതമായി തന്നെ ചെയ്യാൻ പറ്റുകയും. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ. ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ. ഐ മെറ്റ് ഹിം. ഹിമ്മിനെ നമ്മൾ ഓബ്ജക്റ്റാണ് അതിൻ്റെ സബ്ജക്റ്റ് ആക്കുന്നത്. അപ്പോൾ ആ ഒബ്ജക്റ്റീവ് പറഞ്ഞാണ് നമ്മൾ സബ്ജക്റ്റ് ആക്കുമ്പം ഹി. മീറ്റിൻ്റെ പാസൻസ് ആണ് മെറ്റ്. അപ്പോൾ ഹി വാസ് മെറ്റ് യെസ്റ്റർഡേ ബൈ മീ ഓർ ബൈ മീ യെസ്റ്റർഡേ. ബോത്ത് ആർ സെയിം ആൻഡ് കറക്റ്റ്, രണ്ടും ശരിയാണ്. അപ്പോൾ ഇതാണ് സിമ്പിൾ പാസ്റ്റ്. ഇങ്ങനെയാണ് അതിന് സിമ്പിൾ പാസ്റ്റിനെ പാസീവാക്കുന്ന രീതി. ഇനി നമുക്കെന്താണ് രണ്ട് ഓബ്ജക്റ്റുകൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പാസീവാക്കുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പാസ്റ്റ് ടെൻസിൽ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഒരെണ്ണത്തിന് എങ്ങനെ ജസ്റ്റ് ഒന്ന് പാസീവിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് പാസീവാക്കി നോക്കാം. എക്സാമ്പിൾ, ദ ടീച്ചർ ആസ്ക്ഡ് മീ എ ക്വസ്റ്റ്യൻ. ദ ടീച്ചർ ആസ്ക്ഡ് മീ എ question. The teacher asked whom? Me. Asked what? A question. ഇപ്പോൾ രണ്ട് ഓബ്ജക്റ്റ് ഉണ്ട്. നമുക്ക് മീ കൊണ്ട് ആരംഭിക്കാം. ആദ്യമേ മീ എന്നുള്ളതിൻ്റെ സബ്ജക്റ്റ് പ്രൊനൗൺ ഐ ആണ്. ഐ വാസ്. ആസ്ക് എന്നുള്ളതിൻ്റെ പാസ്റ്റ് പഠിച്ചപ്പോൾ അത് തന്നെയാണ്, എ ഡി തന്നെയാണ്. ഐ വാസ് ആസ്ക്ഡ്. ഇനി ബാക്കി സെൻറ്റൻസിൽ എന്താ ഉള്ളത്? എ ക്വസ്റ്റ്യൻ ആണ്. ഐ വാസ് ആസ്ക്ഡ് എ ക്വസ്റ്റ്യൻ ബൈ ദ ടീച്ചർ. ഐ വാസ് ആസ്ക്ഡ് എ ക്വസ്റ്റ്യൻ ബൈ ദ ടീച്ചർ. ഇനി എ ക്വസ്റ്റ്യൻ കൊണ്ട് തുടങ്ങി നോക്കൂ. എ ക്വസ്റ്റ്യൻ വാസ് ആസ്ക്ഡ്. ഇനി നമുക്കറിയാം ഡബിൾ ഓബ്ജക്റ്റ് അല്ലെങ്കിൽ രണ്ട് ഓബ്ജക്റ്റ് വരുമ്പോൾ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഓബ്ജക്റ്റ് വരുമ്പോൾ ബൈ ഹും എന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന അതാണ് ഓബ്ജക്റ്റായിട്ട് വീണ്ടും വരുന്നതെങ്കിൽ, വാക്യത്തിൽ കിടക്കുന്നതെങ്കിൽ അതിൻ്റെ മുന്നിൽ പ്രിപ്പോസിഷൻ ടു പ്രയോഗിക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം എ ക്വസ്റ്റ്യൻ വാസ് ആസ്ക്ഡ് ടു മീ ബൈ ദ ടീച്ചർ. മനസ്സിലായി കാണും. ഞാൻ പറഞ്ഞല്ലോ, ഇത് കൂടുതലായി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആദ്യ ഭാഗത്ത് പാസീവ് വോയിസിൻ്റെ ഇൻട്രൊഡക്ഷനും അതേപോലെ തന്നെ എന്താണ് സിമ്പിൾ പ്രസൻറ്റും നിങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ വായിച്ച് അല്ലെങ്കിൽ കേട്ട് പഠിച്ച് എഴുതി നിങ്ങൾ നോക്കിയാൽ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് സിമ്പിൾ പാസ്റ്റിൻ്റെ പാസീവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സമയമുണ്ട്, പക്ഷേ എങ്കിലും ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വയ്ക്കാം. അടുത്ത ക്ലാസ്സിൽ. കാരണം ഇത് എല്ലാം കൂടി ഒന്നിച്ച് പഠിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഭയങ്കര കൺഫ്യൂഷൻ ഉളവാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് പഠിച്ചു, സിമ്പിൾ പാസ്റ്റ് പഠിച്ചു. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിളിൻ്റെ അടുത്ത രൂപമാണ്, സിമ്പിൾ ഫ്യൂച്ചറാണ്. നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി ആ ടെൻസ് നിങ്ങളുടെ ഭാഗം എടുത്തിട്ട് സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ ഭാഗം എടുത്തിട്ട് നമ്മൾ ഒരു പ്രാവശ്യം കൂടി നമ്മളതൊന്ന് നോക്കിക്കാണുന്നത് നല്ലതാണ്. കാരണം ഈ പേഴ്സൺസ് വിത്ത് ഡിറ്റർമിനേഷൻ നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. ഓരോ പേഴ്സൻ്റെ കൂടെയും ഡിറ്റർമിനേഷന് ഉറച്ച തീരുമാനത്തെ കാണിക്കാനുള്ള വാക്ക് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അത് ഒരിക്കൽ കൂടി ഇത് പാസീവ് വോയിസിൽ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സമയം കൂടുതൽ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയാണ്. നമുക്കറിയാം സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് വെർബാണ് സിമ്പിൾ ഫ്യൂച്ചർ. അതിൽ ഫസ്റ്റ് പേഴ്സൺ ഐ വി, സെക്കൻഡ് പേഴ്സൺ യു, തേർഡ് പേഴ്സൺ ഷീ ആൻഡ് ദേ.
അപ്പോൾ ഷീയും ഹീയും ഇറ്റും ദേയും എന്ന് പ്രയോഗിക്കുക. ഫസ്റ്റ് പേഴ്സൺ ഐ വി ആണ്. ഐയുടെ കൂടെയും വിയുടെ കൂടെയും നമ്മൾ, എനിക്ക് തോന്നുന്നത് ഞാൻ വളരെ ഫാസ്റ്റായിട്ടാണ് പറയുന്നതെന്നാണ് തോന്നുന്നത്. എങ്കിലും ഞാനിത് പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം. കാരണം ഇത് അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പം സിമ്പിൾ ഫ്യൂച്ചറിൽ ഞാനത് റിമൈൻഡ് ചെയ്യും. അപ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് വെർബ്. ഫസ്റ്റ് പേഴ്സൻ്റെ കൂടെ വില്ലും ഷാലും വില്ല് പ്രയോഗിച്ചാൽ മാത്രമേ ഡിറ്റർമിനേഷൻ കിട്ടുകയുള്ളൂ. ഫസ്റ്റ് പേഴ്സൻ്റെ കൂടെ വില്ല് പ്രയോഗിച്ചാൽ ഡിറ്റർമിനേഷൻ ഉണ്ടാവുമെന്നറിയാം. സെക്കൻഡിൻ്റെയും തേർഡിൻ്റെ കൂടെയും ഷാല് പ്രയോഗിച്ചാൽ മാത്രമേ ഡിറ്റർമിനേഷൻ ഉള്ളൂ. തിരിച്ച് പ്രയോഗിച്ചാൽ ഡിറ്റർമിനേഷൻ ഇല്ല എന്നാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സിമ്പിൾ ഫീച്ചറിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനൊന്നുമില്ല എങ്കിൽ പോലും എക്സാമ്പിൾസ് കൂടുതൽ വർക്കൗട്ട് ചെയ്യേണ്ടി വരും. കാരണം ഡിറ്റർമിനേഷൻ മനസ്സിലാവണമെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഇനി എക്സാമ്പിൾ ഞാൻ പറയാം. I will meet him. I will meet him. I will എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? ഫസ്റ്റ് പേഴ്സണാണ് ഐയുടെ കൂടെ വില്ല് പ്രയോഗിക്കുമ്പോൾ ഡിറ്റർമിനേഷൻ ഉണ്ട്. ഞാൻ അവനെ കാണും എന്നുള്ള ഉറപ്പാണ്. ഐ വിൽ മീറ്റ് ഹിം. ഇനി നമ്മൾ ഐ വിൽ മീറ്റ് ഹിമ്മിനെ സബ്ജക്റ്റ് ആക്കുമ്പോൾ ഹി. ഇനി നോക്കിക്കേ, ആ ഫസ്റ്റ് പേഴ്സണിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ സബ്ജക്റ്റായിട്ട് വരുന്നത് ഏതാണ്? തേർഡ് പേഴ്സണാണ്. അപ്പോൾ ഫസ്റ്റ് തന്നിരിക്കുന്ന വാക്യത്തിൽ നമുക്ക് ഉറച്ച തീരുമാനം ഉണ്ടായിരുന്നു എങ്കിൽ നമ്മൾ പാസീവ് ആക്കുമ്പോഴും ആ ഉറച്ച തീരുമാനം ഉണ്ടായിരിക്കണം. അത് ഉറപ്പാക്കണം നമ്മൾ. ഇത് പലരും തെറ്റിച്ചാണ് പ്രയോഗിക്കുന്നത്. അത് സ്കൂൾ ഗോയിങ്ങിൽ എനിക്ക് തോന്നുന്നത് അങ്ങനെ ചെയ്താൽ മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ പ്ലസ് ടുവിലോ ഒരു രക്ഷ കിട്ടിയേക്കാം. എന്നാൽ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസിലോ ഡിഗ്രി തലങ്ങളിലോ തീർച്ചയായിട്ടും അത് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെ ആയിപ്പോകും. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഡിറ്റർമിനേഷനെ കാണിക്കാൻ നമ്മൾ ചേഞ്ച്ഡ് ഫോമിൽ, അതായത് പാസീവ് ഫോമിൽ നമ്മൾ ഷാലിനെ പ്രയോഗിക്കുകയാണ്. കാരണം തേർഡ് പേഴ്സൺ ഹീ ആയതുകൊണ്ട് അവിടെ ഡിറ്റർമിനേഷൻ ഉറപ്പാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഷാൽ പ്രയോഗിക്കണം. സിമ്പിൾ പ്രസൻറ്റിൽ നമ്മൾ ഈസമാർ പ്രയോഗിച്ചു, സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ വാസർ പ്രയോഗിച്ചു. എന്നാൽ സിമ്പിൾ ഫ്യൂച്ചറിൽ ബിയുടെ ഫോംസിന് സാധ്യത ഇല്ലാത്തതുകൊണ്ട് ബിയെ തന്നെ പ്രയോഗിക്കണം. അപ്പോൾ ഹീ ഷാൽ ബി. മീറ്റിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? മെറ്റാണ്. ഹീ ഷാൽ ബി മെറ്റ് ബൈ മീ. ഹീ ഷാൽ ബി മെറ്റ്. ഹീ ഷാൽ ബി മെറ്റ് ബൈ മീ. ദാറ്റ്സ് ദി ആൻസർ. ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപ്പറ്റി വിശദമായി തന്നെ കുറേ വാക്യങ്ങൾ നമ്മളിത് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിൽ വയ്ക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ എക്സാമ്പിൾസ് സിമ്പിൾ ഫ്യൂച്ചറിൽ നമുക്ക് ചെയ്യേണ്ടി വരും. കാരണം അത് ഡിറ്റർമിനേഷൻ ഉള്ള വാക്യവും ഇല്ലാത്ത വാക്യവും തിരിച്ചറിഞ്ഞ് അവയെ പാസീവാക്കുന്ന രീതി എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി വയ്ക്കണം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ജോസ്.